ഐഡിയൽ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കെമിസ്ട്രിയിലെ ആദേശ രാസപ്രവർത്തനത്തെക്കുറിച്ച് പഠിക്കാം. ആൽക്കെയിനുകളാണ് ആദേശ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. അതിനകത്ത് പങ്കെടുക്കുന്നത് Cl2, Br2, HCl, HBr എന്നിവയാണ്. നമുക്കിവിടെ CH4ഉം Cl2 കൊണ്ടുള്ള രാസപ്രവർത്തനം നോക്കാം. ഇവിടെ CH4ലെ ഒരു H ഇങ്ങോട്ടും വരും, Cl2ലെ ഒരു Cl അങ്ങോട്ടും പോകും. അപ്പോൾ നമുക്ക് CH ചെയ്ത് നോക്കാം. CH4ലെ ഒരു CH കുറയുമ്പോൾ CH3 വരും. CH3 Cl2ലെ ഒരു Cl ചേരുമ്പോൾ CH3Cl എന്ന് വരും. ഇവിടെ ഒരു H അധികമുണ്ട്, ഇവിടെ ഒരു Cl അധികമുണ്ട്. അതിനോട് കൂടി വരുമ്പം HCl എന്ന് വരും. CH3Cl പ്ലസ് HCl. ഇനി CH3Clൻ്റെ കൂടെ ഈ Cl2 പ്ലസ് ചെയ്യുമ്പം ഈ CH3 എന്നുള്ളത് ഇവിടെ വരുമ്പം ഒന്ന് കുറയും. CH2Cl എന്നാവും. CH2Cl എന്ന് വരും. അധികമുള്ള മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു Hഉം ഒരു Clഉം അധികം വരും. ഇവിടെ CH2Cl വരുന്നതുകൊണ്ട് CH2Clൻ്റെ കൂടെ Cl2 ചേരുന്ന ഉടനെ ഇതിനകത്ത് ഒരു H പോരും. ഇപ്പോൾ CH ആവും, CHCl എന്നാവും. CHCl പ്ലസ് HCl എന്നാവും. HCl എന്ന് വരും. ഇവിടെ CHClൻ്റെ കൂടെ ഇനി Cl2 പ്ലസ് ചെയ്യുമ്പം ഈ ഉള്ള ഒരു H കൂടെ മാറും. അതിനോട് ഒരു Clൂടെ ചേരും. അപ്പോൾ എന്ത് വരും? CCl2 എന്ന് വരും. CCl2 എന്ന് വരും. CCl2 പ്ലസ് HCl. അവിടെ നിന്ന് മാറ്റി H ഇതിനോട് ചേരും. HCl എന്ന് വരും. അടുത്തതായിട്ട് ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ എന്നിവയുടെ സമവാക്യത്തെക്കുറിച്ച് പഠിക്കാം. ആദ്യമായിട്ട് ആൽക്കെയിൻ. ആൽക്കെയിനിൻ്റെ സമവാക്യം CnH2n+2. CnH2n+2. സിയുടെ അവിടെ 1 എന്നാകുമ്പോൾ C1 Hൻ്റെ അവിടെ H2n+2 എന്നുള്ളത് സിയുടെ എണ്ണം എത്രയാണോ അത് എന്നിൻ്റെ അവിടെ ഇട്ട് കൊടുക്കണം. ഇവിടെ H2n+2ൻ്റെ അവിടെ 1 ആണ് ഇട്ട് കൊടുക്കേണ്ടത്. 2 × 1+2, 2 × 1 2, 2+2 എന്ന് പറയുന്നത് 4 വരും. C1 ആകുമ്പം H4 ആയിരിക്കും. CH4 എന്ന് വരും. C2 ആകുമ്പം ഈ H2n+2ൻ്റെ അവിടെ 2 × 2 വരും. എന്നിൻ്റെ സിയുടെ എണ്ണം 2 ആകേണ്ട. 2n-ൻ്റെ അവിടെ 2 × 2+2, 2 × 2 എന്ന് പറയുന്നത് 4 വരും. 4 + 2 6 വരും. അപ്പോൾ വരുന്നത് C2H6 എന്ന് വരും. അതുപോലെ തന്നെ C3 ആകുമ്പം 2n+2 എന്നുള്ളടത്ത് എന്നിൻ്റെ അവിടെ 3 വരും. 2 × n എന്നുള്ളത് 2 × 3+2 എന്ന് വരും. 2 × 3 6 വരും. 6 + 2 എന്ന് പറയുന്നത് 8 വരും. അപ്പം C3H8 എന്ന് വരും. ആൽക്കീനിൻ്റെ ഇക്വേഷൻ CnH2n ആണ്. ആൽക്കീനിൻ്റെ ഇക്വേഷൻ CnH2n. C1 ആകുമ്പം H2n എന്നുള്ളത് 2 × 1 എന്ന് വരും. അപ്പം ആൽക്കീനിൻ്റെ C1 ആകുമ്പം Hൻ്റെ അവിടെ 2 × 1 2 എന്ന് വരും. അപ്പം C1H2 എന്ന് വരും. ഇനി C2 ആകുമ്പം 2n-ൻ്റെ അവിടെ 2 × 2 എന്ന് വരും. അപ്പോൾ C2H4 എന്ന് വരും. ആൽക്കൈൻ അടുത്തത് C3 ആകുമ്പം 2n-ൻ്റെ അവിടെ 2 × 3 എന്ന് വരും. C3H6 എന്ന് വരും. ആൽക്കൈനിൻ്റെ ഇക്വേഷൻ CnH2n-2. CnH2n-2. C2 ആകുമ്പം H2n-ൻ്റെ അവിടെ 2 × 2 - 2, 2 × 2 - 2 എന്ന് വരും. C2 ആകുമ്പം 2 × 2 4 വരും. 4 - 2 എന്ന് പറയുന്നത് 2 വരും. അപ്പോൾ വരുന്നത് C2H2 എന്ന് വരും. ഇനി C എന്ന് പറയുന്നത് 3 ആകുമ്പം 2 × n-2 എന്നാണ്. ഇവിടെ 3 ആകുമ്പം 2 × 3 - 2, 2 × 3 6 വരും. 6 - 2 എന്ന് പറയുന്നത് 4 വരും. C3H4 എന്ന് വരും.